ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമന്നാരായണീയം 50-ാം ദശകം. വത്സാസുരൻ്റെയും ബകാസുരൻ്റെയും വധം. തരളമധുകൃദ്വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിസാകം വത്സാനുപാലനലോലുപ ഹലധരസഖോ ദേവ ശ്രീമൻ വിചേരിധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി വിഹിതജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ. കിമിവന ബഭൗ സമ്പൽ സംഭൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാദികം കമലാപദേ വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാജലമൂർധസു ലളിതമുരളീനാദ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷത രഭസവിചലത്പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമഥ ചരണേ ബിഭ്രദ്വിഭ്രാമയൻ മുഹുരച്ചകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപി ധക്ഷത ജീവിതം നിപതതി മഹാദൈത്യേ ജാത്യാദുരാത്മനി തക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീർഹക്ഷതകാനനേ ദിവി പരിമളവൃന്ദാരകാ കുസുമോത്കരൈ ശിരസി ഭവതോ ഹർഷാദ്വർഷന്തി നാമ തദാഹരേ സുരഭിലതമാമൂർധന്യോർധ്വം കുതകുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈ സഹേലമുദൈരയ ഛടിതിധനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാഥ പാതും ഗദാ ഭവദാദയ ചലിതഗരുദം പ്രേക്ഷാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിധരഗരുച്ഛേദേ കൈലാസശൈലമിവാപരം പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുത സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യാ കോട്യാ തദാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരതം സപതി സഹജാം സംദ്രഷ്ടും വാ മൃദാം ഖലു പൂതനാമനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഗേ സുമനോ ഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യഥാ ലളിതമുരളീനാദം ദൂരാന്നിശമ്യവധൂജനൈസ്ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിതജനനീ നന്ദാനന്ദ സമീരണമന്ദിര പ്രഥിതവസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മയെ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം
നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയത്തിലെ 50-ാമത്തെ ദശകമാണ് പറയുന്നത്. വത്സാസുരൻ്റെയും ബകാസുരൻ്റെയും വധം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയാണ്, തരള മധുകൃദ്വൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിസാകം വത്സാനുപാദനലോലുപ ഹലധര സഖോ ദേവ ശ്രീമൻ വിജേരിധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി. അല്ലയോ മംഗളമൂർത്തിയായ ഭഗവാനെ, അനന്തരം ബലഭദ്രനോടുകൂടി അവിടുന്ന് വണ്ടിൻകൂട്ടം മുരണ്ടു നടക്കുന്ന മനോഹരമായ വൃന്ദാവനത്തിൽ പൈക്കുട്ടികളെ മേയ്ക്കുന്നതിൽ താല്പര്യമുള്ളവനായിട്ട് കൊമ്പ്, ഓടക്കുഴൽ, ചൂരക്കോൽ എന്നിവയെല്ലാം എടുത്തുകൊണ്ട് ഇടയ കുട്ടികളോടുകൂടി ചേർന്ന് സഞ്ചരിച്ചു. ഭാഗവതത്തിലെ ദശമം 11-ാമത്തെ അധ്യായത്തിലെ 37-ാം ശ്ലോകം മുതൽ ആ അധ്യായം കഴിയുന്നതുവരെയുള്ള 23 ശ്ലോകങ്ങളിലെ പ്രതിപാദ്യമാണ് ഈ ദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്ം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പൂരിതം തരുവല്ലരി സലിലധരണീ ഗോത്രക്ഷേത്രാധികം കമലാപദേ. അല്ലയോ ലക്ഷ്മീവല്ലഭനായ ഭഗവാനെ, നിന്തിരുവടി പുണ്യതമമായ വൃന്ദാവനത്തിൽ ഭുവനരക്ഷ നടത്തുന്നതും ശ്രീദേവി കൈത്താമരപ്പൂ കൊണ്ട് ഓമനിക്കുന്നതുമായ തൃക്കാലടികൾ അർപ്പിക്കവേ മരങ്ങളും വള്ളികളും ഭൂമിയും മലയും വയലും എല്ലാം സമ്പത്ത് നിറഞ്ഞവയായി ഭവിച്ചില്ലേ? എല്ലാം സർവ്വ ഐശ്വര്യ സമൃദ്ധമായി ഭവിച്ചു. അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ പൈക്കിടാങ്ങളുടെ കൂട്ടത്തിലെ വത്സാസുരനെ കണ്ടെത്തുന്നു. വിലസതുബലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം തുമുദൈക്ഷത. ധാരാളം നല്ല പുല്ലുള്ള കാട്ടിനകത്തും കുളിർകാറ്റ് വീശുന്ന പരുന്ന യമുനാതീരത്തിലും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകൾ തട്ടുകളിലും അവിടുന്ന് ഭംഗിയിൽ ഓടക്കുഴൽ ഊതിക്കൊണ്ട് പൈക്കുട്ടികളെ മനസ്സിരുത്തി മേച്ചു നടക്കുമ്പോൾ ഒരു ദിവസം പശുക്കിടാവിൻ്റെ രൂപത്തിൽ കൂട്ടത്തിൽ കടന്നുകൂടിയ ഒരു അസുരനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി. അടുത്ത ശ്ലോകത്തിൽ വത്സാസുരനെ നിഗ്രഹിക്കുന്നതാണ് പറയുന്നത്. രഭസ വിജലൽ പുച്ഛം വിച്ഛായദോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമഥ ചരണേ വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിധ ക്ഷതജീവിതം. ശക്തിയായി കൂടെ കൂടെ വാലിളക്കിക്കൊണ്ട് നടക്കുന്ന ഇവൻ്റെ കഴുത്ത് പിന്തിരിച്ചു തരം നോക്കുന്ന ഒരുതരം നോട്ടം കണ്ടിട്ട് അവിടുന്ന് ഇവൻ്റെ കാൽ കടന്നു പിടിച്ച് അവനെ പലവട്ടം ഉച്ചത്തിൽ ചുഴറ്റി ജീവൻ പോയപ്പോൾ ഒരു വലിയ മരത്തിന്മേലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ആസുരൻ ചത്തു വീണപ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുന്നതാണ് പറയുന്നത്. നിപതിതി മഹാദൈത്യേ ജാത്യാദുരാജ്ഞി തൽക്ഷണം നിപതന ജവക്ഷുണ്ണ ക്ഷോണീരുഹക്ഷതകാനനേ ദിവി പരിമിള വൃന്ദാരകാകുസുമോൽക്കരേ ശിരസി ഭവതോ ഹർഷാൽവർഷന്തി നാമ തദാഹരേ. അല്ലയോ ഭഗവാനെ, ഹരേ, ജന്മന ദുഷ്ടനായ ആ പൊണ്ണത്തടിയൻ രാക്ഷസൻ വീഴ്ചയുടെ വേഗം കൊണ്ട് വൻമരങ്ങളെ തട്ടിത്തകർത്ത് കാട് മുടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴെ പതിക്കുമ്പോൾ ആകാശത്ത് തിങ്ങിക്കൂടിയ ദേവന്മാർ അപ്പോഴുണ്ടായ സന്തോഷാധിക്യം ഹേതുവായിട്ട് അവിടുത്തെ മൂർധാവിൽ പൂമഴ ചൊരിഞ്ഞു. ശരണം. സുരഭിലതമാമൂർധന്യൂർധം കുതകുസുമാവലി നിപതിതവേത്യുക്തോ ബാലേ സഹേലമുദൈരയാ ഛടതിതനുരക്ഷേപേണോർധ്വാം ഗതസ്തരുമണ്ഡലാൽ കുസുമനികരസ്വയം നൂനം സമേതിശനൈരിതി. കുട്ടികൾ അങ്ങയുടെ തലയിൽ വിശേഷപ്പെട്ട വാസനയുള്ള പൂക്കൾ മുകളിൽ എവിടെ നിന്ന് വന്നു വീഴുന്നു എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയാണ്, ആ അസുരനെ വലിച്ചെറിഞ്ഞപ്പോൾ മരങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ചുപോയ ആ പൂക്കൾ
പതുക്കെ താഴോട്ട് വീഴുകയാണ്, സംശയമില്ല എന്ന്. സ്വയം കൂട്ടുകാരിൽ നിന്നും ഭഗവാൻ തൻ്റെ ദിവ്യത്വം മറച്ചു വയ്ക്കുന്നതിനായി ആണ് ഇങ്ങനെ പറഞ്ഞത്. സാക്ഷിയായ കുട്ടികൾ ആ ദിവ്യത്വത്തെപ്പറ്റി ഒട്ടും തന്നെ ആശങ്കിച്ചിരുന്നില്ല എന്നാണ് ഇതിനർത്ഥം. അടുത്ത് ഭഗവതാണ് പറയണത്. ക്വചൻ ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തനയാപാധ പാതും ഗതാ ഭവദാദയാ ചലിതഗരുദം പ്രേക്ഷാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിതര ഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. പിന്നെയും ഒരു ദിവസം നല്ല വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദാഹം തീർക്കുന്നതിനായി കാളിന്തിയിലേക്ക് ചെന്ന നിന്ദ്രുടിയും കൂട്ടുകാരും പണ്ട് പർവ്വതങ്ങളുടെ ചിറക് മുറിച്ചിട്ട കൂട്ടത്തിൽ ഇന്ദ്രൻ മറന്നുപോയ മറ്റൊരു പർവ്വതമാണോ എന്ന് തോന്നും വണ്ണം ചെറുകാട്ടിയിരിക്കുന്ന ഒരു കൊറ്റിയെ കണ്ടെത്തി. പിബതി സലിലം കോപവ്രാതേ ഭവന്തമഭിദ്രുത സകില നിഖില അഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്ദമൻ ദലയിതുമകാത്രോട്യാ കോട്യാ തദാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരതം. ഇങ്ങനെ ഇടയക്കുട്ടികൾ കൂട്ടം കൂട്ടമായി വെള്ളം കുടിക്കുമ്പോൾ അവൻ നേരിട്ട് ഓടി വന്ന് നിന്ദ്രുടിയെ കൊത്തുവിഴുങ്ങിയിട്ട് തീ പോലെ പൊള്ളിപ്പോയതിനാവാം പെട്ടെന്ന് തുപ്പിയിട്ട് മൂർച്ചയുള്ള കൊക്കിൻ തലപ്പ് കൊണ്ട് കൊത്തി കീറുവാനായി അടുത്തു വന്നു. അല്ലയോ ഭഗവാനെ, ദുഷ്ടന്മാരെ ഭേദിക്കുന്നതിൽ സമർത്ഥനായ അങ്ങ് അപ്പോൾ പെട്ടെന്ന് ആ വിടർത്തിയ 2 കൊക്കുകളിലും കടന്നു പിടിച്ച് അവനെ 2ആയി പിളർന്നു കൊന്നു. സപതി സഹജാം സന്ദൃഷ്ടും വാ മൃതാം ഖലു പൂതന മനുജമഹമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവന ഗൃഹമയി യഥാ. ആ ചത്തുപോയ ജ്യേഷ്ഠത്തി പൂതനയെ ഉടനെ കാണുവാനോ അതോ കാലയെക്കൂട്ടി ചെന്നിട്ട് അനുജനായ അഖൻ്റെ വരവ് കാത്തിരിക്കുവാനോ എന്ന് തോന്നിക്കുമാർ ആ ഭഗൻ യമപുരിയിലേക്ക് പോയി. ആ സമയത്ത് ദേവസമൂഹം പൊഴിക്കുന്ന പൂമഴ ഏറ്റുകൊണ്ട് നിന്ദ്രുടി വൃന്ദാവനത്തിൽ നിന്നും ഗൃഹത്തിലേക്കും പോയി. ലളിതമുരളീനാദം ദൂരാന്നിശമ്യവധോജനേ സ്ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണമന്ദിര പ്രഥിത വസതേ ശൗരേ ദൂരീകുരുഷ്വമമാമയാൽ. മധുരമായ മുരളീനാദം ദൂരെ നിന്ന് കേട്ടിട്ട് ഗോപസ്ത്രീകൾ ഗൃഹജോലി വിട്ട് വേഗത്തിൽ ഓടിയണഞ്ഞ് സന്തോഷ പാരവശ്യത്തോടും ആകാംക്ഷയോടും കൂടി ഉറ്റുനോക്കുമ്പോൾ അമ്മയച്ഛന്മാർക്ക് ആനന്ദം നൽകുന്നവനും അല്ലെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രസിദ്ധി പെറ്റു വാണരുന്നവനുമായ കൃഷ്ണഭഗവാനെ, നിന്ദ്രുടി അടിയൻ്റെ രോഗങ്ങളെല്ലാം അകറ്റിത്തരണമേ. ഗോപവാടത്തിലേക്ക് ചെല്ലുന്നത് ഗുരുവായൂരപ്പൻ തന്നെ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഏകത്വം സംബുദ്ധി കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല ഭഗവാന്റെ ഭക്തവാത്സല്യം കേട്ടറിഞ്ഞ ഭക്തജനങ്ങൾ അമ്പലത്തിലെത്തി ഭഗവാന്റെ മധുരമായ ദർശനം ലഭിച്ച് ആനന്ദപുളീതരായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥാവിശേഷവും ഇവിടെ ധ്വനിക്കുന്നുണ്ട്. ഇത്രത്തോളാണ് ഈ ദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.